ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളി. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ നടപടി. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. കേസിൽ 6 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾക്ക് മാത്രമാണ് ഇതുവരെ ജാമ്യം ലഭിച്ചത്. 9ാം പ്രതി ഷെരീഫിന് ജാമ്യം നൽകിയതിനെതിരെ പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തലശ്ശേരി ഫസൽ വധക്കേസിലെ നിർണായക തൊണ്ടി മുതലായ രക്തം പുരണ്ട തൂവാല കണ്ടെത്തി. നഷ്ടപ്പെട്ടെന്ന് എറണാകുളം CJM കോടതി രേഖപ്പെടുത്തിയ തൊണ്ടിയാണ് കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം തന്നെ CBI കോടതിയെ അറിയിച്ചു. CBI കുറ്റപത്രം സമർപ്പിച്ച ഫസൽ വധക്കേസിലെ സുപ്രധാന തൊണ്ടി മുതലാണ് രക്തം പുരണ്ട തൂവാല. കഴിഞ്ഞ മെയ് 12-ന് കേസ് പരിഗണിച്ച കോടതി തൂവാല ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എറണാകുളം CJM കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൂവാലയുടെ കവർ മാത്രമാണ് CBI കോടതിയിലെത്തിയത്. തൂവാല എലി കരണ്ടുപോയെന്ന കുറിപ്പും ഒപ്പമുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ CJM കോടതിയോട് CBI കോടതി നിർദ്ദേശിച്ചു. ഈ റിപ്പോർട്ട് വരാനിരിക്കെയാണ് തൂവാല കണ്ടെത്തിയെന്ന വിവരവുമായി അന്വേഷണ സംഘം CBI കോടതിയിലെത്തിയത്. തൂവാലയുടെ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതി സൂക്ഷ്മ പരിശോധന നടത്തും. തൂവാല നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള CJM കോടതിയുടെ റിപ്പോർട്ടും പ്രധാനമാണ്. CPM പ്രവർത്തകനായിരുന്ന ഫസൽ NDF-ൽ ചേർന്നതിലുള്ള വിരോധത്തിന്റെ പേരിലാണ് 2006-ൽ കൊല്ലപ്പെടുന്നത്. കൊലയാളികൾ RSS പ്രവർത്തകരാണെന്ന് കരുതാനായി രക്തം പുരണ്ട തൂവാല RSS BJP പ്രവർത്തകരുടെ വീടിന് സമീപം കൊണ്ടിട്ടു എന്നാണ് CBI കേസ്. അടുത്ത മാസം CBI കോടതി വീണ്ടും പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.